ദലാൽ നന്ദകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്ന് ഇ.പി. ജയരാജൻ. ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം എന്ന് ഇ.പി. വിശദീകരിക്കും. മുഖ്യമന്ത്രിയുടെ വിമർശനം ഒരു വലിയ സന്ദേശമാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. ഇവിടെ യഥാർത്ഥത്തിലൊരു വേട്ടയാടലാണ്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇ.പി. ജയരാജനെതിരെ പാർട്ടി അംഗങ്ങൾക്കിടയിലുണ്ടായ രോഷം കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടേണ്ടി വരുന്ന അവസ്ഥ എന്നതിനൊപ്പം മുന്നണിക്കുള്ളിൽ തന്നെ പരസ്യാഭിപ്രായ പ്രകടനം വന്നത് മറ്റൊരു പ്രതിസന്ധിയായി. ഇ.പി. ജയരാജനെ CPIM തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പിക്ക് ജാഗ്രത കുറവുണ്ടായി. ദലാൽമാരുമായി ഇടതു നേതാക്കൾ അടുപ്പം പുലർത്തരുത് എന്നതടക്കമുള്ള ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ഇ.പിക്കെതിരായ അവിശ്വാസം. ഇടതുപക്ഷം പാലിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത എല്ലാവരും പാലിക്കും. പക്ഷെ ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ അത് കൂടുതലായി പാലിക്കണം. അനപോലെ വളരുന്ന ദലാൽമാർ വന്ന് മാടി വിളിക്കുമ്പോഴത്തേക്ക് അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കാണിക്കണം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ചു. LDFന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് അങ്ങനെ ഊതിയ പറക്കേണ്ട ഒരു അപ്പപന്താടിയുമല്ല. ക്രെഡിബിലിറ്റി വളരെ മഹത്തായ ഒന്നാണ്. LDF ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ഭാവിയുടെ ക്രെഡിബിലിറ്റിയാണ്. അതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി CPM-ഉം CPI-യും എല്ലാം കൂട്ടായി ചെയ്യും. കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പക്വത CPM-നുണ്ട്. CPM എന്ന പാർട്ടിക്ക് ആ ജാഗ്രതയെ പറ്റി അറിയാം. കൺവീനർ സ്ഥാനത്ത് ഇ.പിക്ക് തുടരാനാകും. സണ്ണി ജോസഫ് കോൺഗ്രസ് നേതാവ്, പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ, JR പത്മകുമാർ BJP, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം സണ്ണി ജോസഫ്, മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഉപദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇ.പി. ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരുപാട് ശരികൾ ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റിയേക്കാം എന്നുള്ളതാണ്. പൊതുപ്രവർത്തനത്തിൽ ഇത് സാധാരണമല്ലേ സണ്ണി ജോസഫ്? നികേഷ്, ഒരിക്കലുമല്ല. ഇത് വളരെ ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. ഇത് അങ്ങനത്തെ ഒരു സില്ലി ആയിട്ടുള്ള ഒരു തെറ്റാണോ? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിൽ മാത്രം ഈ വിഷയം ഒതുങ്ങുമോ? ഇതൊരു രാഷ്ട്രീയ നിലപാടില്ലേ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ BJP-യുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തെ സന്ദർശിച്ചു. അവർ ചർച്ച നടത്തി എന്നുള്ളത് പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഒരു ജാഗ്രത കുറവുണ്ടായി. ഇത് ജാഗ്രത കുറവാണോ? ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ്. CPM പ്രവർത്തകരെ വഞ്ചിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു CPM-ന്റെ ഇലക്ഷനിൽ പോളിംഗ് ഏജൻ്റ് ആയിരുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പോളിംഗ് ഏജൻറ്റിൻ്റെ ആ ചുമതല നിർവഹിക്കില്ലായിരുന്നു എന്നാണ്. അണികളെ വഞ്ചിക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് പറഞ്ഞു നടന്നത്? സത്യത്തിൽ കേന്ദ്ര അധികാരം പങ്കിടുന്ന BJP-ക്കെതിരെ ഒരു നിലപാടുണ്ടെങ്കിൽ ആ മന്ത്രി എന്തിനാണ് ജയരാജൻ്റെ വസതി സന്ദർശിച്ചത്? എന്താ ചർച്ചയാണ് അവിടെ നടത്തിയത്? അതിന് രാഷ്ട്രീയമില്ലേ? അതിൽ തന്നെ ജയരാജൻ പറയുന്ന ഒരു വാക്ക് എന്നെ പരിചയപ്പെടാനാണ്. അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ ഒരു എതിർ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വസതി അന്വേഷിച്ച് പോവുമോ? സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ പക്ഷത്തിലുള്ളവർ സംസാരിക്കുന്ന എപ്പോഴാണ്? ഒരു പൊതുചടങ്ങിൽ, ഒരു പൊതുപരിപാടിയിൽ, ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിൽ, ഒരു മരിച്ച വീട്ടിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫംഗ്ഷനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ലോഹ്യം അപ്പുറത്ത് എന്ത് സൗഹൃദം സ്ഥാപിക്കാൻ? ഇത് രാഷ്ട്രീയ ചർച്ചയാണ്. കേരളത്തിലെ സർക്കാർ, പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ അത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ ഡീലാണ്. അവിടെ അവസാനിക്കുന്നില്ല ജയരാജൻ്റെ ഈ നിലപാട്. എന്താണ് ജയരാജൻ്റെ നിലപാട്? ജയരാജൻ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് എന്താ പറഞ്ഞത്? ഒന്ന്, LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. BJP-ക്ക് വലിയ അദ്ദേഹം സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. വീണ്ടും പറഞ്ഞു BJP-യുടെ സ്ഥാനാർത്ഥികളെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. ജയരാജൻ എവിടെയാണ് നിൽക്കുന്നത്? BJP-ക്ക് കൺവീനറാണോ? LDF-ന്റെ കൺവീനറാണോ? BJP-യുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണോ? ഇപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എങ്കിലും ഇതിനെ കേവലം ജാഗ്രത കുറവെന്ന് പിണറായിയുടെ ഒരു പുതിയ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണാൻ പറ്റുമോ? ഇത് പൊളിറ്റിക്കൽ ചീറ്റിംഗ് അല്ലേ? ഇതെന്താണ്? ഇത് ശരിയായ കൂറുമാറ്റമല്ലേ? ഇത് വഞ്ചനയല്ലേ? ശരി, അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ഇവിടെ ശ്രീ പ്രേംകുമാർ,
ദല്ലാൽ നന്ദകുമാറിനെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കിയതാണ് പിണറായി വിജയൻ ജാഗ്രത കുറവ് എന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും ദല്ലാളുമാരുമായി ഇടത് നേതാക്കൾ അടുപ്പം പുലർത്തരുത് എന്നുമാണ്. അപ്പോൾ CPI അത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു എതിർ രാഷ്ട്രീയ പാളയത്തിലുള്ള സംഘപരിവാർ നേതാവായിട്ടുള്ള ഒരാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ജാഗ്രത കുറവായി ഇടത് ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള CPI കാണുമ്പോൾ EP ജയരാജന് കൺവീനർ സ്ഥാനത്ത് തുടരാനാകുമോ? EP ജയരാജന് കൺവീനർ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് മറുപടി പറയാൻ അറിയില്ല. കാരണം ഈ ചർച്ചയിൽ നിങ്ങൾ പറയേണ്ടതായിരുന്നു CPIM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ല. ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. പക്ഷേ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനുശേഷം 2 വട്ടമായിട്ട് സഖാവ് ബിനോയ് വിശ്വവും പറഞ്ഞ നിലപാടുകൾ വളരെ ക്ലാരിറ്റി ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അത് ജാവേദ്കർ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ വന്ന് ഇദ്ദേഹത്തിനെ കണ്ടു, EP-യെ കണ്ടു എന്ന് EP എന്നെ സമ്മതിച്ചതിൽ പെശകൊന്നുമില്ല, ദലാൾ ഉണ്ടായതാണ്. അങ്ങനെ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഞാൻ ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സംഭാഷണം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാകുമ്പോൾ ഇത്തരത്തിൽ കാണുകയും അഭിവാദ്യം ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് നമുക്കറിയാം. ഇപ്പോൾ ടെലിവിഷൻ ചർച്ചകളിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പുറത്തു വെച്ച് കണ്ടാൽ സ്വാഭാവികമായിട്ടും വളരെ സൗഹൃദത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നിലപാടുകളിൽ എന്താ പറയുക വെള്ളം ചേർക്കുന്നതെന്നല്ല. ഗോവിന്ദ മാഷും പിറ്റേഴ്സ് അത് പറയുന്നുണ്ടായിരുന്നു. ഞാനും കൃഷ്ണദാസും പിന്നെ MM ഹസനും ഒന്നിച്ചൊരു വേദിയിലുണ്ടായിരുന്നു. വളരെ സൗഹാർദ്ദപരമായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അടുക്കിട വ്യത്യാസമില്ലാത്ത നിലപാടായിരുന്നു എന്നുള്ളത്. അപ്പം CM അന്ന് കൃത്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ BJP-യുടെ ആവട്ടെ കോൺഗ്രസിന്റെ ആവട്ടെ ആളെ കാണുക സംസാരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ആ ആളുകളെ കാണാനും സംസാരിക്കാനുള്ള അരങ്ങൊരുങ്ങുന്നത് ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ് ത്രൂ ആവുന്നു എന്നുള്ളത്. ആ കാര്യത്തിൽ EP-യുടെ ഭാഗത്ത് നിന്ന് എന്താ പറയുക ആവർത്തിച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. അദ്ദേഹം അത് തിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് EP-യും പറയുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വളരെ കൃത്യമായ നിലപാടാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും, അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ എന്നുള്ളത്. അത് തന്നെ ഞാൻ അതിനകത്ത് കാണുന്നത്. അബദ്ധങ്ങൾ പറ്റാം, തെറ്റുകൾ പറ്റാം, പ്രസ്ഥാനങ്ങൾക്ക് പറ്റാം, വ്യക്തികൾക്ക് പറ്റാം, അത് തിരുത്തുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ CPIM അന്ന് മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തി. ആ പറഞ്ഞതാണ് ശരിയെന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞു. തോമസ് ഐസക്കിനോട് പത്രക്കാരുമായിട്ട് ചോദിച്ചപ്പോൾ തോമസ് ഐസക് പറഞ്ഞു മുഖ്യമന്ത്രി അതിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞത് സംസ്ഥാന നേതൃത്വം അതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം ഇന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ വേർഷൻ നമ്മൾ ഇതിൽ കേട്ടിട്ടില്ല. ഒരു പക്ഷേ നാളെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ നമുക്ക് CPM-ന്റെ നിലപാട് വരാൻ പറ്റും. അപ്പം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഡയലോഗിനും ഈ സമയം വരെയും നമ്മൾ സംസാരിക്കുന്നത് മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും കാര്യങ്ങളുമാണ്. ഓരോ മണിക്കൂറിൽ നിങ്ങൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്, പുറത്താക്കാൻ സാധ്യതയില്ല, തുടരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ CPM-ന് ഇനി ഇതിൽ കൂടുതൽ ഔദ്യോഗികമായിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് കേരളം ഇരിക്കുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഒരു തിരുത്തൽ പ്രോസസ്സ് അതിലുണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പാർട്ടിയും പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും കാണുന്നത്. അതിൽ തിരുത്തൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. താങ്കൾ ഒരു ഇടതു നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് എന്തായിരിക്കാം CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്ന് അനുമാനിച്ചു പറയുന്നത്. ഒന്ന്, EP ജയരാജനെതിരെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ വലിയ നിലയിൽ രോഷം പ്രകടിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ EP ജയരാജൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് സംഭവിച്ചു എന്ന് മീഡിയ അനലൈസ് ചെയ്യുന്ന വീഴ്ചകളെല്ലാം തന്നെയും ഈ പുറത്ത് നൽകാൻ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ തയ്യാറായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? EP ജയരാജൻ വെടികൊണ്ടയാളാണ്, എതിരാളികൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്നുള്ള നിലയിൽ EP ജയരാജൻ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തതായി മാധ്യമങ്ങൾ അവലോകനം ചെയ്താൽ പാർട്ടി അണികൾ EP ജയരാജനോടൊപ്പം അടിയുറച്ച് നിന്നിരുന്നു എന്നുള്ളതാണ് മുൻകാല അനുഭവം. പക്ഷേ ഈ വിഷയത്തിൽ റാങ്ക് ആൻഡ് ഫയലിനൊരു രോഷം ഉണ്ടായിട്ടുണ്ട്. ആ രോഷം തണുപ്പിക്കാൻ ഒരു നടപടിയില്ലാതെ
അത് തണുപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളത് ഒന്ന്. രണ്ട്, കേന്ദ്ര നേതൃത്വം ഇന്നലെ താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ തന്നെ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ശരിയാണ്, ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടാൽ അതിന് മറുപടി നൽകേണ്ടി വരും. മാത്രമല്ല, അതൊരു റിപ്പോർട്ടായി കേന്ദ്ര കമ്മിറ്റിക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിക്ക് ഇടപെടാതിരിക്കാനാവില്ല എന്നുള്ള വിഷയമുണ്ട്. മൂന്നിപ്പോൾ അതൊരു മുന്നണി വിഷയമായി മാറിയിരിക്കുന്നു. ബിനോയ് വിശ്വം പറയുന്നു CPM ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമെന്ന്. അപ്പോൾ ഇത് മുൻ നിലപാട് EP ജയരാജൻ്റെ മുൻ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വിഷയം എന്ന് താങ്കൾക്ക് അനുമാനിച്ചു പറയാനാകില്ലേ ശ്രീ പ്രേംകുമാർ? അല്ല, അതായത് റാങ്ക് ആൻഡ് ഫയലിന്റെ ഫീലിങ്സ് തണുപ്പിക്കാൻ വേണ്ടിയാണ് CPM-ഉം CPI-യും ഒക്കെ ഇത്തരത്തിലുള്ള ക്രൂഷ്യലായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സെക്കൻഡ് ടേമിൽ സീനിയറായ മിനിസ്റ്റേഴ്സ് വേണ്ടതില്ല എന്നുള്ള കർശനമായ തീരുമാനം CPI-യും CPM-ഉം എടുത്തപ്പം മെജോറിറ്റി എന്താ പറയുക ലെഫ്റ്റ് ഫോളോവേഴ്സിന് അതിനോട് വിയോജിപ്പായിരുന്നു. അത് പറ്റില്ല, തോമസ് ഐസക്കിനെ പോലുള്ള ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ മന്ത്രിമാരാവേണ്ടതുണ്ട്, 2 വട്ടം മത്സരിച്ചവരാണെങ്കിലും എല്ലാവരും ഒഴിവാക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ജനറലി ഉള്ളൊരു ഫീൽ. പക്ഷേ കുറച്ചുകൂടി ഫാർ സൈറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയായിരുന്നു 2 പാർട്ടികളും, CPI-യും CPM-ഉം. അത് നല്ലതായിരുന്നു എന്ന് നമുക്ക് പിന്നെ ബോധ്യം വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം എന്നുള്ളതല്ല, മറിച്ച് പഴയ കാലം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അതായത് സംഘപരിവാരത്തിന്റെ ഭീഷണി, BJP-യുടെ ഭീഷണി വളരെ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കാലമാണ്. ജനാധിപത്യ മര്യാദകളെ, ജനാധിപത്യ രീതികളെ ചോദ്യം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാതെ, അതായത് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ BJP-യുടെ നേതാക്കന്മാരൊക്കെ വളരെ കൂളായിട്ട് ഞങ്ങൾ ഇത്ര കോടി രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന പൊസിഷൻ ഓഫർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്ന കാലമാണിത്. അതായത് MLA-മാരെ വിലയ്ക്ക് വാങ്ങുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന്, 35 MLA-മാരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് K. സുരേന്ദ്രൻ പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ 10 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവിനോട് പാർട്ടി കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു ലെനിയൻസി ഒന്നും ഈ കോണ്ടെക്സ്റ്റിൽ കാണാൻ പറ്റില്ല. വളരെ തീക്ഷ്ണമാണ് രാഷ്ട്രീയ കാലാവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ. അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് CPIM. നോക്കൂ, നിങ്ങൾ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് CPM-നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വിതിൻ അവേഴ്സാണ്, മണിക്കൂറുകൾക്കുള്ളിലാണ് വേണ്ട എന്ന് തീരുമാനമെടുത്തത്. കോൺഗ്രസ് അതിൽ തീരുമാനമെടുക്കാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം പ്രതിഷേധത്തോടെയാണ് ജനാധിപത്യ വിശ്വാസികൾ അതിനെ കണ്ടിരുന്നത്. അപ്പം വളരെ ഷാർപ്പായ തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ക്രിട്ടിക്കലായി ഇടപെടുകയും ചെയ്യേണ്ടുന്ന ഒരു സമയത്ത് അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ പണ്ട് നിങ്ങൾ കാണിച്ചു എന്ന് പറയുന്ന ലേനിയൻസ് ഇപ്പം ആരുടെ കേസിലും പാർട്ടികൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് കൺവീനർ സ്ഥാനത്ത് മാറ്റുകയാണോ ബ്രാഞ്ചിലേക്ക്, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ സംഘടനാ തത്വങ്ങളിൽ എനിക്ക് അവഗാഹമില്ല എന്നുള്ളത് കൊണ്ട്. ശ്രീ JR പത്മകുമാർ, ഈ കൂടിക്കാഴ്ചയുടെ സ്ക്രിപ്റ്റ് എന്താണ്? വളരെ അസ്വാഭാവികമായി തോന്നുന്നു EP ജയരാജൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ. ആദ്യ ദിവസവും ഇന്നലെ അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു, ഇന്ന് വീണ്ടും അതേ നറേറ്റീവ് തന്നെ പറയുന്നു. അതായത് ജാവ്ദേക്കർ വരുന്നു, ഞാൻ നോക്കിയപ്പോൾ ഇത് ജാവ്ദേക്കർ ആണല്ലോ എന്ന് തോന്നുന്നു. അതെ, ജാവ്ദേക്കർ തന്നെ. ജാവ്ദേക്കർ വന്ന് രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ചായ കുടിച്ചിറങ്ങിക്കോളൂ എന്ന് പറയുന്നു. EP ജയരാജൻ്റെ വീടാണത്, അല്ലെങ്കിൽ EP ജയരാജൻ്റെ മകൻ്റെ വീടാണ്. അല്ല, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നു. നോക്കൂ, ഇങ്ങനെയൊക്കെ വല്ലവരുടെയും വീട്ടിൽ കയറി പോകുന്ന ആളുകളാണോ നിങ്ങളുടെ നേതാക്കൾ ശ്രീ JR പത്മകുമാർ, ഇവിടുത്തെ പ്രഭാരി? അങ്ങനെയല്ലല്ലോ. ഒരു കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്, പൊതുവേദിയിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം വീട്ടിലായാൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അത് നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ മുമ്പൊക്കെ നിഷേധിച്ചിട്ടുണ്ടായിരിക്കും. ആ കാലഘട്ടമൊക്കെ മാറിയില്ലേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും, പിന്നെ ഏത് സ്വീകരിക്കണ്ട എന്നുള്ളത് വേറെ കാര്യം. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ലല്ലോ. നമുക്കിപ്പോൾ ഞാനൊരു CPM-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനോടോ സംസാരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയം പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് നേതാവിനും അതുപോലെ അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. നമ്മൾ CPM നേതാവിനും BJP-കാരനായ എന്നോട് CPM-ൻ്റെ നിലപാടുകൾ പറയാനും അവകാശമുണ്ട്. ഇതൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണോ? ജനാധിപത്യത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണോ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് EP ജയരാജന് സംശയമുണ്ടോ?
അദ്ദേഹം പാർട്ടി സ്കൂളിൽ പോയിട്ടില്ലേ? പാർട്ടി വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ? പാർട്ടിയുടെ കേഡർ സ്വഭാവം അദ്ദേഹം നിലനിർത്തുന്നില്ലേ? അദ്ദേഹത്തിന് അവിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ടത്. ആരെങ്കിലുമായി സംസാരിച്ചാലോ ചിരിച്ചാലോ ചായ കുടിച്ചാലോ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം ഒക്കെ ഇവിടെ ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ ഇ പി ജയരാജൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിങ്ങളുടെ ഒരു നേതാവ് കാരണം, നിങ്ങളുടെ പ്രഭാരി കാരണം. ഇ പി ജയരാജൻ അങ്ങനെ അല്ല എങ്കിൽ ഇ പി ജയരാജൻ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അല്ല, കാര്യമൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, എനിക്കറിയാനുള്ളത് ഇ പി ജയരാജൻ ആദ്യ ദിവസവും ഇന്നും മൂന്നാമത്തെ ദിവസവും ഒരേ സ്ക്രിപ്റ്റാണ് പറയുന്നത്. അതാണോ യഥാർത്ഥത്തിൽ സത്യം? അതല്ല ഇ പി ജയരാജൻ ഇനി നേരത്തെ ഈ ദല്ലാൽ നന്ദകുമാറോ അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തന്നെ നേരിട്ട് ഫോണിൽ സംസാരിച്ച് ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ച് ഇ പി ജയരാജൻ, മറ്റാരും വരാത്ത ഇ പി ജയരാജൻ്റെ മകൻ്റെ ആക്കുളത്തെ വീട്ടിൽ കാണാൻ തീരുമാനിച്ചതാണോ? അതല്ല ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ നേരെ ആക്കുളത്തെ വീട്ടിലേക്ക് നന്ദകുമാറുമായി ജാവ്ദേക്കർ കയറി ചെല്ലുക? അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ ഒന്നാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും പറയുന്ന ആ നറേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു നേതാവിനെ കൊണ്ട് ആ പാർട്ടിയിൽ ഇ പി ജയരാജൻ ഒറ്റപ്പെട്ടു പോയി. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, CPM ആണ് തീരുമാനിക്കേണ്ടത്. ആരെങ്കിലുമായി സംസാരിച്ചോ, BJP നേതാക്കന്മാരുമായോ കോൺഗ്രസ് നേതാക്കന്മാരുമായോ സംസാരിച്ചു പോയാൽ പാർട്ടിയുടെ ഇതുവരെയുള്ള പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ അറിവും പരിചയവും ഒക്കെ അങ്ങ് ഒലിച്ചു പോകും എന്ന് പാർട്ടി തീരുമാനിക്കുന്നതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവിടെ പാർട്ടിയെ നേർവഴിക്ക് നയിക്കേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ല. ഇ പി ജയരാജൻ ജാവ്ദേക്കറായി കണ്ടിരുന്നു എന്ന് ഇ പി ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട്. ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു, അതൊരു അസ്വാഭാവികതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ഒരാളുണ്ടായി എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഈ നമ്മുടെ ജാവ്ദേക്കർ കണ്ടതിനെ കുറിച്ചിട്ടല്ല, ആ കൂടിക്കാഴ്ചയിൽ ഒരാൾ ഉണ്ടായിരുന്നവർ ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങളുടെ ഒരു നേതാവ് പ്രഭാരി ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ കയറി ചെല്ലുന്നു. അത് ഇ പി ജയരാജനെ ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു അസ്ഥിരാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രഭാരി ഒപ്പം കൂട്ടിയിരിക്കുന്ന ആരെയാണ്? ദലാൽ നന്ദകുമാറിനെ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത് ഇത്തരം ദല്ലാളുമാരുമായിട്ടുള്ള സൗഹൃദമാണ് ജാഗ്രതക്കുറവ് എന്നുള്ളതാണ്, അല്ലാതെ പ്രഭാരിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിലല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചോ ഇല്ലയോ, അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ എന്താണ്? ഇത് ഇ പി ജയരാജൻ പറയുന്നതുമായി ചേർന്ന് പോകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പറയാൻ താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ BJP? അല്ല, ഇത് തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ കോൺഗ്രസ് ഇറക്കിയ ഒരു നെറേറ്റീവാണ്. ഇദ്ദേഹത്തെ നന്ദകുമാറിനെ രംഗത്തിറക്കി കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കുന്നതിനും ഒരു ചർച്ചയുണ്ടാക്കുന്നതിനും കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു ചർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ തിരക്കഥയാണ്. അതിലെന്തിനാണ് ഞങ്ങൾ വീഴുന്നത്? ഞങ്ങൾ വിടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ നേതാവ് ജാവ്ദേക്കർ പറഞ്ഞു, പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട് ഇ പിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ജാവ്ദേക്കർ സംശയമില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജാവ്ദേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്. അല്ല, ഇത് എന്തുകൊണ്ട് CPM ഇല്ലാതെ പോകുന്നു? വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മകന്റെ ജന്മദിനമുള്ള ദിവസം നേരെ കയറി ചെല്ലുന്നു, എന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. വളരെ സൗഹാർദ്ദപൂർവ്വം ചിരിച്ച് അദ്ദേഹം പിരിയാൻ ശ്രമിക്കുന്നു. വളരെ വേഗത്തിൽ അദ്ദേഹം ആ വീട് വിട്ടു പോകുന്നു. രണ്ടാമത് ദല്ലാൽ നന്ദകുമാറുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയൻ ഉള്ളോടെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയും എൻഡോഴ്സ് ചെയ്തു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നത് പുതിയതൊന്നുമല്ല, പക്ഷേ ഈ രീതിയിലാണോ ചാക്കിട്ട് പിടിക്കേണ്ടത്? ചാക്കിൽ കയറാൻ തയ്യാറില്ലാത്തവരെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയാണോ? ശ്രീ നികേഷ് കുമാർ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ടാൽ ഞങ്ങൾ സൗഹൃദം പങ്കുവയ്ക്കും. അതിനോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ശ്രമിക്കും.
അത് അത് നേരത്തെ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ രാഷ്ട്രീയം എന്നോടും പറയാം, എനിക്കത് വിരോധമില്ല. സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയമൊക്കെ അല്ല, സംസാരിക്കുന്നത് എനിക്ക് അതിനോട് വിരോധമില്ല. വല്ല പബ്ലിക് ഫംഗ്ഷനിലൊക്കെ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കൂപ്പയിലാണെങ്കിൽ പോയും ചെന്നിരുന്ന് രാഷ്ട്രീയം പറയാറുണ്ട് ഞാൻ കാണാറുണ്ട്. വിമാനത്തിലിരുന്ന് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കാണാറുണ്ട്. ഗസ്റ്റ് ഹൗസുകളിൽ മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന് രാഷ്ട്രീയം പറയാൻ. ഇതിപ്പോൾ ഒരു വീട്ടിൽ ഇടിച്ചു കയറുകയാണ് ശ്രീ ജെ ആർ പത്മകുമാർ. അല്ലല്ലോ, ഒരു വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നൊരു ചടങ്ങിൽ അദ്ദേഹം നമ്മുടെ ജാവ്ദേക്കർ പോയി എന്നാണല്ലോ പറയുന്നത്. ആ പോകാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലെ മകൻ്റെ ഒരു കുഞ്ഞുമായൻ്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ ജാവ്ദേക്കർ പോയി എന്നുള്ളത് പോകാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. രാഷ്ട്രീയം പറയും. അവിശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നു. അല്ല, അത് അവരുടെ പാർട്ടിയുടെ ആ പാർട്ടിയുടെ നിലപാടിലുണ്ടായ പിശകാണത്. ഞങ്ങളുടെ കുഴപ്പമല്ല. ആ പാർട്ടിക്ക് ജയരാജന് വിശ്വാസമില്ല എന്നുള്ളതാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അദ്ദേഹം ഇത്രയും കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളത് ദലാൽ നന്ദകുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഞാൻ വരാം ശ്രീ ജെ ആർ പത്മകുമാർ, അതിൽ കൂടുതൽ താങ്കൾക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? നോക്കൂ, ഒരു ഇലക്ഷൻ ഡേയിൽ ഉണ്ടായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ, അതും വളരെ നിഷ്കളങ്കമായി പി ജയരാജൻ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് വലിയ രാഷ്ട്രീയ ബോംബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. പി ജയരാജനെതിരായിട്ടുള്ള നടപടി തീരുമാനിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റി ആണെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിഷയം ചർച്ച ചെയ്യും എന്നാണല്ലോ ഇന്നിപ്പോൾ തോമസ് ഐസക് പോലും പറഞ്ഞിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ, അതോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ? മാത്രമല്ല, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇനിയുള്ള രാഷ്ട്രീയ സംവാദങ്ങളിലും എല്ലാം തന്നെയും ഇതുവരെ CPM-കാർ കോൺഗ്രസ്സുകാരെയാണ് ഈ വിഷയം പറഞ്ഞ് പീഡിപ്പിച്ചതെങ്കിൽ തിരിച്ചു പീഡിപ്പിക്കാൻ അവർക്ക് കഴിയുന്ന രീതിയിലേക്ക് ഈ വിഷയം വളർന്നിരിക്കുന്നു. അതെ നികേഷ്, ശരിക്കും EP-യുടെ വാക്കുകൾ CPM നേതൃത്വത്തെ മാത്രമല്ല കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ആ വാക്കുകൾ, അത് ഒന്നാമത് ആ വാക്കുകൾക്ക് പ്രശ്നമുണ്ട്, രണ്ടാമത് ആ വാക്കുകൾ അനവസരത്തിലായിരുന്നു. ഒരു കേരളത്തിൽ ഒരു വലിയ തിരഞ്ഞെടുപ്പ്, ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് നടന്ന് പുരോഗമിച്ച് തുടങ്ങുമ്പോഴേക്കാണ് ഞാൻ ജാവദേക്കറെ കണ്ടു എന്ന പ്രസ്താവന ടെലിവിഷൻ ചാനലുകളിൽ കൂടി വരുന്നത്. ടെലിവിഷനുകൾ, കേരളത്തിലെ ചാനലുകൾ അത് ആഘോഷമാക്കി. അത് രാഷ്ട്രീയമായിട്ട് അവർക്കത് ആവശ്യമാണ്. രാഷ്ട്രീയമായിട്ട് അത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അത് പറഞ്ഞത് ഒരിക്കലും EP അങ്ങനെ പറയരുതായിരുന്നു. പറയാമായിരുന്നില്ല, പത്രങ്ങൾ പറയാമല്ലോ. ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, ഞാൻ വൈകുന്നേരം പറയാമല്ലോ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് സംസാരിക്കാം, വിശദമായിട്ട് എനിക്ക് പറയാനുണ്ട് കാര്യങ്ങൾ എന്നത് പറഞ്ഞ് ഒഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനുള്ള ഒരു യുക്തിബോധം കാണിച്ചില്ല. അത് EP-യുടെ ഭാഗത്ത് തെറ്റാണ്. അദ്ദേഹം മുതിർന്ന നേതാവാണ്, സെൻട്രൽ കമ്മിറ്റി അംഗമാണ് CPM പോലൊരു പാർട്ടിയുടെ. പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി കൺവീനറാണ്. അതൊക്കെ ഒരു വലിയ ഉത്തരവാദപ്പെട്ട സ്ഥാനമാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് EP-യെ പോലെ ഒരാൾ വളരെ വ്യക്തതയോടുകൂടി അങ്ങേയറ്റത്തെ ക്ലാരിറ്റിയോടുകൂടിയേ സംസാരിക്കാവൂ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും പ്രധാനമാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളോട് സംസാരിക്കുമ്പോൾ അവിടെ അദ്ദേഹം പിണറായി പറഞ്ഞ ജാഗ്രത, അതെ ഡോക്ടർ പ്രേംകുമാർ, അവിടെയും അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി. നന്ദകുമാറിനെ കൂട്ടിയത് മാത്രമല്ല, അവിടെയും EP-ക്ക് തെറ്റി. ഞാൻ EP-യുമായിട്ട് നല്ല സൗഹൃദമുള്ളയാളാണ്. EP ഒത്തിരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നയാളാണ്. EP ഒരു സൗഹൃദത്തിൻ്റെ പലതരം ബന്ധങ്ങളുടെ ആളാണ്. സംശയമില്ല. ഈയിടെ നമ്മുടെ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞുവല്ലോ, ഉണ്ണിത്താൻ പറഞ്ഞ് ഇതുപോലെ ഒരു മനുഷ്യനെ കാണാൻ തന്നെ പ്രയാസമാണെന്നാണ്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ നമ്മൾ ബോണ്ട് വിവാദം മുതൽ ഒടുവിൽ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മീഷണേഴ്സുമായി സഹകരിക്കാത്ത അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ പി ജയരാജൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തെറ്റും ശരിയിലും CPM അടിയുറച്ച് പി ജയരാജനോടൊപ്പം നിന്നിരുന്നു. പുതിയ സാഹചര്യത്തിൽ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്ന വിധത്തിൽ ഈ വിവാദം ഒന്നുകൂടി നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ പിക്ക് അനുകൂലമായി അത് ചിട്ടപ്പെടുത്തിയെടുക്കുക, അങ്ങനെയൊക്കെ ഇനി സാധിക്കുമോ?
അല്ല, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം, കറൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ CPM-കാരെ വല്ലാതെ മുറിവേൽപ്പിച്ച വാക്കുകളായിരുന്നു EP-യുടേത്. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും മുൾമുനയിൽ നിർത്തിയ വാക്കുകളായിരുന്നു അത്. ഒരു വാക്ക് നമ്മൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതിൽ നിന്ന് പാർട്ടിയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ അതിസങ്കീർണമായ രാഷ്ട്രീയം, 2 പ്രധാന മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു. മൂന്നാമത്തെ മുന്നണിയായിട്ട് BJP മത്സരിക്കുന്നു. BJP ശക്തമായ പോരാട്ടം നടത്തുന്നു, ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. അവിടെയാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ പ്രഭാരിയെ കാണുന്നത്. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് പ്രഭാരി ജാവദേക്കർ EP-യെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയായിരുന്നു. അത് EP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. അതും EP-യോട് അനുവാദം ചോദിക്കാതെ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. EP പറയുന്നുണ്ട്, ഞാനങ്ങനെ സംസാരിച്ചില്ല, രാഷ്ട്രീയം പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ സംസാരം അവിടെ അവസാനിപ്പിച്ചു, ആ സന്ദർശനം അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും അത് രാഷ്ട്രീയക്കാർ ചില മര്യാദകൾ പാലിക്കണ്ടേ, ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് വെക്കണം. പുറത്തറിയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയാവുന്നതാണ്. പക്ഷേ ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, ഇപ്പോൾ നമ്മുടെ ദേശീയ രംഗത്ത് ഡൽഹിയിലൊക്കെ പോയ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിമാരും, കക്ഷി രാഷ്ട്രഭേദമന്യേ എല്ലാ മുഖ്യമന്ത്രിമാരും, രാഷ്ട്രീയ പാർട്ടി ഏതുമാവട്ടെ, ഡൽഹിയിലെ പ്രധാനമന്ത്രിയായിട്ടും വിവിധ ധനകാര്യമന്ത്രിയുമായിട്ടുമൊക്കെ വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കുക. അവർ ചായ കുടിച്ചാണ് പിരിയുക. രാഷ്ട്രീയം വേറെ, ഭരണം വേറെ, ഭരണത്തിലുള്ള പ്രവർത്തനങ്ങൾ വേറെ. അത് EP മനസ്സിലാക്കിയില്ല. അത് പുറത്തു പറഞ്ഞത് അതിലും തെറ്റ്. ജേക്കബ് ജോർജ്, ഞാൻ വരാം. പക്ഷേ താങ്കൾ മറുപടി പറയേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. നോക്കൂ, ഓങ്കോളിൽ ട്രെയിനിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുന്ന EP ജയരാജന് വെടിയേൽക്കുന്നു. അതിനുശേഷമുള്ള EP ജയരാജൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അങ്ങനെ ഇരിക്കുന്ന EP ജയരാജനെതിരെയാണ് EP ജയരാജൻ്റെ 75 വയസ്സ് എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിൽ CPM-ൻ്റെ ഭരണഘടനാ പ്രകാരം ഇപ്പോൾ 75 വയസ്സ് വരെയാണ് സ്ഥാനങ്ങൾ വഹിക്കാനാവുക. ആ അവസാന കാലഘട്ടത്തിൽ EP ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്ന് പറയുന്നത് EP ജയരാജനിൽ സാധ്യമാണോ എന്നുള്ളതാണ് സങ്കീർണമായ ഈ വിഷയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. വന്നതാണ് പ്രകാശ് ജാവ്ദേക്കർ. അതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നറേറ്റീവ് നന്ദകുമാറും നൽകിയിട്ടില്ല, പ്രകാശ് ജാവ്ദേക്കറും നൽകിയിട്ടില്ല. അപ്പോൾ EP ജയരാജനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. 1. 2, നന്ദകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ EP ജയരാജൻ ഇനി ഏതെങ്കിലും തരത്തിൽ നന്ദകുമാറിനെ ഭയക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നന്ദകുമാറിനെ EP ജയരാജൻ ഇന്ന് ഫ്രോഡ് എന്ന് വിളിക്കുമോ? ഫ്രോഡ് എന്ന് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 3, EP ജയരാജൻ ശശി ദിനേശൻ എന്ന 2 RSSകാരാൽ വെടിയേറ്റപ്പെട്ട ആളാണ്. അങ്ങനെ ഒരാൾ BJP-യിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ? നികേഷേ, നമ്മളെ മലയാളികളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ഒരു കേന്ദ്രമന്ത്രി ഒരു CPM നേതാവിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ അദ്ദേഹം എന്താ ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു? കേന്ദ്രമന്ത്രിയല്ല, അദ്ദേഹം പ്രഭാരി സന്ദർശിക്കുന്ന ഏർപ്പാടായിരുന്നു. ആ പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി. അങ്ങനെ ഒരാൾ കയറി ചെല്ലാൻ എന്താണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ വീട്ടിലേക്ക് വിത്തൗട്ട് പെർമിഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ലാതെ കയറി ചെന്നു എന്ന് ഇപ്പം ജയരാജൻ പറയുന്ന വാക്ക് നമ്മൾ വിശ്വസിക്കണോ, വിഴുങ്ങണോ? 5 മിനിറ്റേ സംസാരിച്ചുള്ളൂ, രാഷ്ട്രീയം സംസാരിച്ചില്ല. ജയരാജന്റെ ജാവദേക്കർ, 3 EP ജയരാജൻ, 3 പേരും ജീവിച്ചിട്ടുണ്ട്. EP ജയരാജൻ ഇക്കാര്യം പറയുമ്പോൾ ശരിയാണ്, ഞാൻ കൂടിക്കാഴ്ച നടത്തിയെന്നല്ലാതെ ഇങ്ങനെ അല്ല അതിന്റെ കഥ എന്ന് നന്ദകുമാറോ അല്ലെങ്കിൽ ജാവദേക്കറോ പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ 5 മിനിറ്റ് മാത്രമേ സംസാരിച്ചു. ശോഭാ സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? നന്ദകുമാർ എന്താ പറഞ്ഞേ? പൊളിറ്റിക്കൽ ഡീലുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ചർച്ചയായിരുന്നു. കേരള സർക്കാരിൻ്റെ അഴിമതികൾ, സ്വർണ്ണക്കള്ളക്കടത്താകട്ടെ, ലൈഫ് മിഷൻ തട്ടിപ്പാകട്ടെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസാകട്ടെ, ഇപ്പോഴത്തെ മാസപ്പടി വിവാദമാകട്ടെ, അതെല്ലാം നീട്ടിക്കൊണ്ടുപോകാൻ, ഒതുക്കി തീർക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം. കേരളത്തിലെ CPM-ന്, ഇടതുപക്ഷ മുന്നണിക്ക്, ഗവൺമെന്റിന്, പിണറായി വിജയന്, അതിന്റെ ഭാഗമായിട്ട് EP ജയരാജന് വന്നത്. അപ്പൊ അതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്?
അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഓഫറുകളിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോവാ, എന്നിട്ട് സി പി എമ്മിന്റെ നേതാക്കളുടെ പേരിലുള്ള ഇവിടുത്തെ അഴിമതി കഥകൾ ഒഴിവാക്കി കൊടുക്കുക എന്നാണോ? ഇല്ലില്ല, ബി ജെ പിയിലേക്ക് പോകുന്നു ഞങ്ങളിപ്പോൾ പറഞ്ഞല്ല, ഞങ്ങളാണോ പറഞ്ഞത്? ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്തായിരുന്നു? അസാധാരണമല്ലേ? ഇവിടെ ജന്മദിനാഘോഷമാണെങ്കിൽ എത്ര പേരെ വിളിച്ചിരുന്നു? ഒന്നുകിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ സർക്കാരുമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഒത്തുതീർപ്പിൻ്റെ ഒരു ഏജൻസി, ഇതിലേതെങ്കിലും ഒന്നും വേണ്ട വിശ്വസിക്കാൻ. ഇതിലേതാണെന്ന് ജയരാജന് മാർക്സിസ്റ്റ് പാർട്ടി. വേറൊരു കാര്യം നികേഷ്, ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴാണോ ഇതറിയുന്നത്? ഈ ജയരാജൻ ജവേദ്കർ ചർച്ചയെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോഴാണോ അറിവ് കിട്ടുന്നത്? കോൺഗ്രസ്സുകാരാണ് ഇത് പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരെങ്ങനെ അറിയുന്നു? ഈ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള ഈ ചർച്ചയെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരെങ്ങനെ അറിയുന്നു? ഒന്നുകിൽ ജയരാജൻ ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ജാവേദ്കർ വെളിപ്പെടുത്തണം. ഇതെങ്ങനെ ശോഭാ സുരേന്ദ്രൻ അറിയുന്നു? ഇതെങ്ങനെ കോൺഗ്രസ്സുകാർ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ അറിയുന്നു? എങ്ങനെ മാധ്യമങ്ങൾ അറിയുന്നു? ജയരാജൻ സമ്മതിക്കാൻ എങ്ങനെ നിർബന്ധിതനാകുന്നു? കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ചയാണ്. ജാവേദ്കറെ പോലെ ഒരാൾ ജയപ്പെട്ട് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ നിലയിലാണ് കേരളത്തിലെ അവസ്ഥ. ഒരുപക്ഷെ ജാവ്ദേക്കർ ബി ജെ പിയുടെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കയറി എവിടെയെങ്കിലുമൊക്കെ പോവുക, അങ്ങനെ ഇടിച്ചു കയറാൻ കഴിയുന്ന ഒരാളെ കൂടെ കൂട്ടുക, എന്നിട്ട് ഇടിച്ചു കയറുക എന്നുള്ളത് കേരളത്തിൻ്റെ അവരുടെ അവസ്ഥയാണ് സാർ. ഇല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത്, അങ്ങനെ വിശ്വസിക്കരുത്. ജയരാജൻ്റെ വീട്ടിലേക്ക് ജാവേദ്കർ വിതൗട്ട് പെർമിഷൻ, വിതൗട്ട് ഇൻഫർമേഷൻ, വിതൗട്ട് കൺസെൻറ്റ് ഇടിച്ചു കയറി ചെന്നു എന്നുള്ള നികേഷിൻ്റെ വേർഷൻ, അത് അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ ഇറ്റ് ഈസ് ഓൾ റൈറ്റ്, ഞാൻ ഇടിച്ചു കയറി ചെന്നതാണ്, അതിന് ദല്ലാൾ മാത്രം കൂട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം സമ്മതിക്കുമെങ്കിൽ. ഇത് പൊളിറ്റിക്കൽ ഡീലാണ്, പൊളിറ്റിക്കൽ ഡിസ്കഷനാണ്, അത് വളരെ വ്യക്തമാണ്. അത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ മുഖ്യമന്ത്രി ജാഗ്രത കുറവ്, ദല്ലാളിനെ കൂട്ടിയത് മാത്രം. മുഖ്യമന്ത്രി വ്യക്തമാക്കണം, മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ജാഗ്രത കുറവ് എന്താണ്? ബി ജെ പി നേതാവുമായി അടച്ചിട്ട മുറിയിൽ സംസാരിച്ചതാണോ? സന്ദർശിക്കാൻ അവസരം നൽകിയതാണോ? എന്താണ് ജയരാജൻ കാണിച്ച ജാഗ്രത കുറവെന്ന് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യം ചർച്ച ചെയ്യുമെന്ന് കരുതാം. ഒരു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എം നേതാവിന്, പ്രത്യേകിച്ച് ഇ പി ജയരാജന്റെ റാങ്കിലുള്ള ഒരു നേതാവിന് ബി ജെ പിയിലൊക്കെ പോയി ചേരാൻ സാധിക്കുമോ? അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ അദ്ദേഹം അതിലേക്ക് വന്നു എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ച വാക്കുകളല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ, ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിലെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന്. കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണ്, മികവുറ്റവരാണെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സെവിടെ നിൽക്കുന്നു? പൊളിറ്റിക്കലായിട്ടുള്ള മനസ്സെവിടെ നിൽക്കുന്നു? അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയെ സഹായിക്കുകയാണ്. ഇവിടെ സണ്ണി ജോസഫ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ അവിശ്വാസത്തിന്റെ എലിമെന്റ് ഉണ്ടായേക്കാം. ഇ പി ജയരാജൻ പറയുന്നതാണോ ശരിയായ നറേറ്റീവ്, ശരിയായ ആഖ്യാനം എന്നത് സംബന്ധിച്ച് വാദത്തിന് വേണ്ടി ഒരു അവിശ്വാസത്തിന്റെ എലിമെന്റ് ഉണ്ടാകാം എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണോ കെ സുധാകരൻ്റെ കാര്യം? ശ്രീ സണ്ണി ജോസഫ്, കെ സുധാകരൻ പറയുന്നത് എന്താണ്? ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട അഭിമുഖം, ഏറ്റവും ഒടുവിലേത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റേതാണ്. പക്ഷെ അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് മാതൃഭൂമിയിലെ അഭിലാഷ് മോഹൻ ഇ പി ജയരാജനോട് ചോദിക്കുന്നത് ബി ജെ പിയിലേക്ക് പോവുകയില്ല എന്ന് ചോദിക്കുകയാണ് കെ സുധാകരനോട്. ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോഴില്ല എന്നാണ്. അപ്പോൾ തൊട്ടടുത്തിരുന്ന രാജീവ് ദേവരാജ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ബി ജെ പി ഒരു ഓൾട്ടർനേറ്റീവായി വളർന്നു വരുന്നു. ഇതിനേക്കാൾ വ്യക്തമായി ബി ജെ പിയിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന മറ്റൊരു സൗണ്ട് ബൈറ്റ് നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ശ്രീ സണ്ണി ജോസഫ്? ഇല്ലില്ല നികേഷ്, ഒരിക്കലും ഇല്ല. സുധാകരനെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും ഇതേ നറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇഷ്ടമായാൽ ഇല്ലില്ല, അതല്ല ഇതില്ല. ഇപ്പൊ പ്രചരിപ്പിച്ചത് എന്താണ്? എനിക്കിഷ്ടമായാൽ ഞാൻ പോകും, അതിന് നിങ്ങളുടെ ആരെയും പെർമിഷൻ വേണ്ട. ഇഷ്ടമായാൽ എന്നുള്ള കണ്ടീഷനാണ്. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതല്ല, ഇത് രഹസ്യ ചർച്ചയാണ് നടത്തുന്നത്. താങ്കൾ പറയുന്നത് നേരത്തെ വാർത്താ സമ്മേളനത്തിലെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് മാതൃഭൂമി ടെലിവിഷൻ നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ സൗണ്ട് ബൈറ്റിന്റെ വെർബാറ്റിമാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? വളരെ കടുപ്പട്ട ഭാഷ. എൻ്റെ വട്ടി പോലും പോയില്ല, എൻ്റെ നായ പോലും പോയില്ല എന്നാണ് പറഞ്ഞത്.
അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ ഈ അല്ലല്ല, തെരഞ്ഞെടുപ്പിന്റെ വളച്ചൊടിക്കലല്ല. result വരുമ്പോൾ സുധാകരൻ ദേഷ്യം പലതും മനസ്സിലാവും. പറയുന്നു. അതിന്റെ ജനങ്ങളത് കൂട്ടത്തിലെ വിശ്വസിച്ചില്ല. പട്ടി പോകില്ല എന്ന് വളച്ചൊടിച്ചു. പറയുന്നുണ്ട്. എന്റെ പട്ടിയുടെ നിങ്ങൾ വീട്ടിലെ പട്ടിയുടെ പേരും അദ്ദേഹം എടുത്തു കഴിഞ്ഞ പറയുന്നുണ്ട്. പ്രാവശ്യം- അത് ഞാൻ കഴിഞ്ഞ സമ്മതിക്കുന്നു. പക്ഷേ പ്രാവശ്യം- ഇതൊരു സീരീസ് ഓഫ് ആ. സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ അല്ലല്ല നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. നിങ്ങൾ ഇപ്പോൾ തന്നെ വിഷയം ഷിഫ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. അല്ല, വിഷയം ഷിഫ്റ്റ് ചെയ്യാനല്ല. നമ്മുടെ വിഷയം ഇതാണ്. ജയരാജൻ ജാവേദ്കറുമായി നടത്തിയ ചർച്ചയാണ്. ജയരാജൻ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. CPM ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഈ ജയരാജൻ ജാവേദ്കർ ചർച്ച CPM എന്നറിഞ്ഞു? ഇന്നും ജയരാജൻ പറയുന്നത് ശോഭാ സുരേന്ദ്രനും ഇത് പാർട്ടി ദല്ലാൽ നേതൃത്വത്തെ നന്ദകുമാറും അറിയിക്കേണ്ട കാര്യമില്ല. ഒരാൾ സൗഹൃദ പറഞ്ഞപ്പോൾ സംഭാഷണത്തിന് വന്നാൽ രാഷ്ട്രീയം നയപരമായ കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടില്ലാത്തതിനാൽ പാർട്ടി അറിയിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജയരാജൻ. ഇത് സാധാരണ ഒരു കാര്യം ചെയ്യും. എത്ര CPM നേതാക്കന്മാരുടെ വീടുകളിൽ BJPയുടെ ദേശീയ നേതാക്കന്മാർ പോയിട്ടുണ്ട്? എത്ര നേതാക്കന്മാരുടെ വീടുകളിൽ പോയിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മിനിസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ പരസ്പരം സംസാരിക്കേണ്ടവരും, ജനപ്രതിനിധികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള വേദിയിൽ സംസാരിക്കേണ്ടവരും. ഇത് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്, പാർട്ടി ലീഡേഴ്സാണ്. ആ പരിമിതിയാണ്. ഈ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ല. മനസ്സിലായോ? പേഴ്സണലായിട്ട് ജയരാജൻ്റെ തന്നെ ഒരു വേർഷൻ എന്താ? പരിചയപ്പെടാൻ വന്നതെന്ന്. അങ്ങനെ പോയിട്ട് പരിചയപ്പെടേണ്ട വ്യക്തിയാ? അങ്ങനെ പോയിട്ട് കേരളത്തിൽ അങ്ങനെ പരിചയപ്പെടേണ്ട വ്യക്തി ജാവേദ്കർ പോയിട്ട്? അപ്പോൾ ആളുകളെ കളിപ്പിക്കാൻ നോക്കരുത്. CPM അണികൾക്കറിയാം കേട്ടോ. ഇത് ചതിവായിരുന്നു, രാഷ്ട്രീയ ചതിവായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എന്നോടൊരു CPMൻ്റെ ആൾ തന്നെ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കില്ലായിരുന്നു. അതാണ് CPM പ്രവർത്തകരുടെ ഇടതുപക്ഷ അനുഭാവികളുടെ. അവിടെ എന്തുകൊണ്ടാണ് താങ്കൾ BJPയുടെ ഒരു ഡയലമയെ കുറിച്ച് മനസ്സിലാക്കാത്തത്? കേരളത്തിൽ അവർക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല, പാർലമെന്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയത്. ഒന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. എന്നിട്ട് പോലും റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഉറപ്പിലേക്ക് അവർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ പിന്നെ ഇടിച്ചു കയറലല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് വന്നാൽ എന്താ അത് ഒരു അവിശ്വസനീയത? ഇല്ലല്ല നമ്മളത് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. അങ്ങനെ ഒരു ദേശീയ നേതാവ് ഒരു വിതൗട്ട് പെർമിഷൻ, വിതൗട്ട് നോളജ്, വിതൗട്ട് കൺസെൻറ്റ്, ഇൻഫർമേഷൻ ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്ക് കയറി അങ്ങനെ നോട്ടീസ് വിതരണമാണോ? ഇലക്ഷനിലെ അഭ്യർത്ഥന വിതരണമാണോ? അല്ലല്ലോ. അതൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ വിശ്വസിക്കില്ല. അല്ല, സാമാന്യ യുക്തിക്ക് ബുദ്ധിക്ക് തിരക്കാത്ത കാര്യമാണ്. ജയരാജൻ്റെ അറിവോടെയാണ്. ഇനി 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മളാരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? വീഡിയോ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുണ്ടായിരുന്നോ? മാധ്യമങ്ങളുടെ മുമ്പിലാണോ? അല്ല, ഒരു ഫ്ലാറ്റിലൊക്കെ ആവുമ്പോൾ CCTV ഉണ്ടാവും. എങ്ങനെ ഈ പേഴ്സണെ കണ്ടെത്തി? നോക്കാം നമുക്ക്. ശരി, ദയവായി തുടരുക ശ്രീ സണ്ണി ജോസഫ്. ഇവിടെ ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഞാൻ ഒന്നുകൂടി വരികയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അതായത് EP ജയരാജൻ ഒരു വികാരമല്ലേ CPMൻ്റെ? ഏറ്റവും കുറഞ്ഞത് പിണറായി വിജയൻ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൈവിടാനാകുമോ EP ജയരാജനെ? അങ്ങനെ കൈവിട്ടാൽ അത് ഗുണം ചെയ്യുമോ? മാത്രമല്ല, നാളെ ഇപ്പോൾ EP ജയരാജനെ വേണമെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താം എന്ന് തീരുമാനിക്കാം. പക്ഷേ അങ്ങനെ മാറ്റി നിർത്തുന്ന EP ജയരാജൻ പാർട്ടിക്കുണ്ടാക്കുന്ന ഡാമേജ് എന്തായിരിക്കും എന്ന് മാത്രമല്ല, ആ മാറ്റി നിർത്തുന്നതിലൂടെ പാർട്ടി സ്ഥിരീകരിക്കല്ലേ EP ജയരാജൻ കുറ്റം ചെയ്തു എന്ന്. എന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ. അങ്ങനെ ജാഗ്രത കുറവ് ഉണ്ടാകാതെ ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്ന പിണറായി വിജയൻ ആ ജാഗ്രത കുറവ് കാണിച്ചു എന്ന് വരില്ലേ? ഇതെന്താ ചെയ്യാൻ പോകുന്നത് ശ്രീ ജേക്കബ് ജോർജ്? അത് വളരെ ശരിയാണ് നികേഷ് കുമാർ. അത് ഒരു സങ്കീർണമായ വിഷയം തന്നെയാണ്. സങ്കീർണമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രശ്നമാണ്, സങ്കീർണമായ ഒരു CPM പ്രശ്നമാണ്, പാർട്ടിക്കകത്തെ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ്. EP ജയരാജൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ, നൽകിയിട്ടുള്ള സംഭാവനകൾ, അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇന്നും തറച്ചിരിക്കുന്ന 2 RSSകാരുടെ, ദിനേശൻ ശശി, അവരുടെ ബുള്ളറ്റുകൾ വരെ എത്തി നിൽക്കുന്നു. ആ ബുള്ളറ്റുകൾ കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത്, ഇപ്പോഴും ഉറങ്ങുന്നത് എന്നുള്ളതൊരു വലിയ സത്യമാണ്. അത് CPMകാർക്ക് സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന വസ്തുതയാണ്, സംശയമൊന്നുമില്ല. ആ കഥയൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ കഥ, അന്നത്തെ ട്രെയിൻ യാത്ര, അത് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നികേഷിനറിയാം. തീർച്ചയായിട്ടും അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്, അങ്ങനെയായിരുന്നു.
അങ്ങനെ ഒരു ഇ പിക്ക് ഒരു തെറ്റുപറ്റിയാൽ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു. പക്ഷേ ഇ പിയുടെ ഒരു വ്യക്തിത്വം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് രൂപമെടുത്ത് വളർന്ന് വികസിച്ച വ്യക്തിത്വമാണ്. DYFI രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ദേശീയ പ്രസിഡൻ്റായ ആളുകൂടിയാണ് EP ജയരാജൻ. അന്ന് എനിക്ക് തോന്നുന്നു MA ബേബി ആയിരുന്നു പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത്. പകരം ദേശീയ പ്രസിഡൻ്റായത് EP ജയരാജൻ. അന്ന് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം. ഒരിക്കലും അദ്ദേഹത്തിന് CPM-ൻ്റെ അങ്ങപ്പുറത്തേക്ക് വേറൊരു ജീവിതമില്ല. CPM-നെ നിരാകരിച്ചുകൊണ്ടൊരു വേറൊരു ജീവിതമില്ല. RSS BJP എന്നുള്ള ചിന്ത ഒരിക്കലുമില്ല. നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ഒന്നും കൂടി മാറ്റി പറയും, അത് BJPയെ സംബന്ധിച്ച് BJP ഡെസ്പറേറ്റ് ആണ്. കേരളത്തിലൊരു ഒരു നേട്ടം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ജാവദേക്കറെ നിയോഗിച്ചത്. ജാവദേക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദിവസം തന്നെ 26-ാം തീയതി തന്നെ ജാവദേക്കറുടെ കേരള ദൗത്യം കഴിഞ്ഞു, പ്രഭാരി ദൗത്യം കഴിഞ്ഞു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് BJP പ്രവർത്തകർ യാത്രയപ്പ് നൽകി ഡൽഹിക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം വന്നത് വ്യക്തമായ ദൗത്യം നിർവഹിക്കാനാണ്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം EPയെ പോയി കണ്ടത്. സണ്ണി ജോസഫ് പറയുന്നത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വസ്തുതകളാണ്. അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട്. പക്ഷേ BJPയുടെ ഒരാവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ച് BJPയെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ BJPയുടെ ഓർഗാനിക് വളർച്ച അവർക്ക് ഡൽഹിയിൽ പറയുന്ന കാര്യങ്ങൾക്ക്, പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്ക്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസക്തി എന്താണ്, കേരളത്തിലെ ജനതയ്ക്ക് സ്വീകാര്യമാണോ എന്ന കാര്യങ്ങളെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കുറേ നേതാക്കന്മാരെ പിടിച്ചെടുത്ത് വെച്ചാൽ നാളെ BJP അങ്ങ് വലുതാകും, തെരഞ്ഞെടുപ്പ് ജയിക്കും, സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ഇടുക എന്നുള്ളതായിരിക്കണം EP ജയരാജൻ എന്ന ദൗത്യത്തിലൂടെ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തകർത്തെങ്കിൽ മാത്രമേ BJPക്ക് വളരാൻ പറ്റൂ. നിരാശനായിരിക്കുന്നു എന്നുള്ള നെറേറ്റീവ് ആയിരിക്കാം ജാവ്ദേക്കറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ കൊണ്ടുപോകാം എന്ന് ദലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ടാകും. ആ ഞാൻ കൊണ്ടുപോകാമിൽ വിശ്വസിച്ച് ജാവ്ദേക്കർ പോയതാണോ? നമുക്ക് അടിച്ചു കയറി പോയിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പോകുന്നു. ആകാം, രാഷ്ട്രീയം സംസാരിക്കാനല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ BJPയുടെ ഒരു ഓപ്പറേഷൻ. നമ്മളിപ്പോൾ നേരത്തെ ജേക്കബ് ജോർജിലൂടെ കേട്ടത് 35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്ന് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയാനുള്ള ധൈര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ സൂറത്തിൽ നടന്നത് എന്താണ്? എതിരാളികളുടെ നോമിനേഷൻ തള്ളിക്കുക, ബാക്കിയുള്ളവരെ വില കൊടുത്ത് പിൻവലിപ്പിക്കുക. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 15 ലക്ഷം വോട്ടർമാരുള്ള സൂറത്ത് പോലുള്ള ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യവസായ നഗരത്തിലെ വോട്ടർമാരുടെ അവകാശമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ BJP എത്തിയില്ലേ? ഞങ്ങൾ ഈ മറ്റുള്ളവരെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചെലവ് കൊടുക്കുകയല്ലല്ലോ ഞങ്ങളുടെ ജോലി. സൂക്ഷ്മമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ നോമിനേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന CPM ഉണ്ടല്ലോ കൊടുക്കാത്തത്, അപ്പോൾ അവരവർക്ക് നോമിനേഷൻ കൊടുക്കാൻ അതിനൊന്നും തടസ്സമില്ല. അതൊന്നും ഞങ്ങളുടെ മുകളിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ജേക്കബ് ജോർജ് എന്ത് തന്മയത്തോടു കൂടി ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചതുപോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ജാവ്ദേക്കർ ഇവിടെ വന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഇൻചാർജാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മാത്രമല്ല ദൗത്യം. ആ ചാർജ് വഹിക്കുന്ന ആളിൻ്റെ ജോലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമാക്കുക, സജ്ജമാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഏത് നേതാവായാലും, ഏത് സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ച ആളായാലും, ഏത് ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ നേതാവും അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് എടുപ്പോൾ അങ്ങോട്ട് പോകും. അതേപോലെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോയതാണ്. പിന്നെ ഒരു വലിയ ദൗത്യവുമായിട്ട് വന്നു. ഇതേപോലെ കുറേ CPM നേതാക്കന്മാരെ വീട്ടിൽ ചെന്ന് കണ്ട് ഇടിച്ചു കയറിയിട്ട് പോകാം, അത് കഴിഞ്ഞു അങ്ങ് പോയി എന്നുള്ളതല്ല. ആ രീതിയിലെന്തും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അപ്പോൾ എല്ലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും വൈത്തമില്ല, എല്ലാവരോടും സംസാരിക്കും. CPM നേതാക്കന്മാരോടും സംസാരിക്കും, കോൺഗ്രസ് നേതാക്കന്മാരോടും സംസാരിക്കും. ഞങ്ങൾക്ക് മോശമല്ല എന്ന് തോന്നുന്ന ആളുകൾ എല്ലാവരോടും ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ദയവായി മറുപടി പറയുക. ദലാൽ നന്ദകുമാർ EP ജയരാജന്റെ വീട്ടിലിരിക്കുമ്പോൾ ജാവ്ദേക്കർ വന്നതല്ലോ. EP ജയരാജന്റെ വീട്ടില് ജാവ്ദേക്കറും ദലാൽ നന്ദകുമാറും ഞാൻ അതല്ല പറയുന്നത്.
അങ്ങനെയല്ല, ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതൊരു വിഷയമാക്കി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിങ്ങളെന്താ മറുപടി പറയാത്തത്? നന്ദകുമാറിനെ കോൺഗ്രസ് ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് ആ നന്ദകുമാറിന്റെ ഒരു തിരക്കഥയാണ് നിങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്നത്. അങ്ങനെയല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിഷയാക്കിയത്. അല്ല ഞങ്ങളുടെ അല്ലല്ലോ ഞങ്ങളുടെ നേതാക്കന്മാർ പലരെയും കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്, CPM നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഞങ്ങൾ കൊണ്ടുവരുന്നില്ലല്ലോ. പിണറായി വിജയന്റെ തലപ്പൊക്കമുള്ള CPM-ലെ ഒരു നേതാവ് ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തപ്പോൾ അയാളുടെ കണ്ടീഷൻ ഇതൊക്കെ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ആലപ്പുഴയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ? ജാവ്ദേക്കർ പറഞ്ഞോ? ജാവ്ദേക്കർ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ചു, അതിവിടെ വെച്ച് തീർന്നു. അദ്ദേഹം പറഞ്ഞു, ജയരാജൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങൾ സംസാരിച്ചു. ഇതിനപ്പുറം എന്താ? പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിഷയം സംസാരിച്ചോ ഇല്ലെന്ന് അവരാണ് പറയേണ്ടത്. അവർ രണ്ടുപേരും എന്താ പറഞ്ഞത്? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടെ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമാണ്. ജയരാജന് വിശ്വാസമുണ്ടോ ഇല്ലയോ? ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? അത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളതിന് മറുപടി മാർക്സിസ്റ്റ് പാർട്ടി നാളെ അദ്ദേഹത്തെ പുറത്താക്കിയോ അകത്താക്കിയോ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് ജാവ്ദേക്കറിൽ വിശ്വാസമുണ്ട്. ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനം എടുക്കട്ടെ. ഈ നന്ദകുമാർ ഉണ്ടാക്കിയ തിരക്കഥയുടെ പുറകിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അത് കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ശരി, ശ്രീ പ്രേംകുമാർ, നടപടി എടുത്താലും അത് രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കും, എടുത്തില്ലെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കുമെന്നുള്ള വളരെ ദുർഘടാവസ്ഥയിലാണോ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും? അല്ല, നടപടി എടുക്കുക എന്നുള്ളതല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇഷ്യൂസിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക, സോൾവ് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്ന പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. CPI-യുടെ സെക്രട്ടറി പറഞ്ഞ പോലെ CPI-ന് അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അത് കാണാതിരിക്കുക എന്നുള്ളതല്ല. എന്താ പറയുക, ഇപ്പോൾ എങ്ങനെയാണ് ചാക്കിട്ട് പിടിക്കാൻ വരിക എന്നുള്ളത് ഈ ചർച്ച ഒരിക്കലും കോൺഗ്രസിൻ്റെ ആളുമായിട്ടുള്ള വാഗ്വാദം ആവരുതെന്ന് വിചാരിച്ചിരുന്നു. എങ്ങനെയാണ് ചാക്കിട്ട് പിടിക്കാൻ വരിക എന്നുള്ളത് സണ്ണി ജോസഫിന് ഒരു പക്ഷേ വ്യക്തമായിട്ട് അറിയണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ മത്സരിച്ച ആളാണ്. അവസാനമായിട്ട് BJP-ലേക്ക് കോൺഗ്രസ് സംഭാവന ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ എന്താണ് അതിൻ്റെ രീതി എന്നുള്ളത് അദ്ദേഹത്തിനാണ് അറിയാം. ഇതേ നന്ദകുമാർ തന്നെ ഈ പത്രസമ്മേളനത്തിൽ വേറെയും 3 പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് K. സുധാകരനെ എടുക്കാൻ തയ്യാറായിരുന്നതാണ്. അപ്പോഴാണ് KPCC പ്രസിഡന്റ് ആക്കിയെന്നുള്ളത്. അതിന് തൊട്ടു മുമ്പാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. പത്മജയായിട്ട് മാത്രമല്ല K. മുരളീധരനായിട്ടും ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ഈ 3 പേരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നോ, നിങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അവരോട് അതിനെപ്പറ്റി ചോദ്യം ചോദിക്കുന്നോ ചർച്ച നടത്തുന്നോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പൊളിറ്റിക്കൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്നുള്ളതിൽ ഒരു പരിധിവരെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കും. അതേസമയം തന്നെ അതിൻ്റെ അകത്തുള്ള ഒരു മീഡിയ അജണ്ടയും വളരെ കൃത്യമാണ്. ഇന്ന് 24 ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ EP അത് പല തവണ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് എന്നെ പോലുള്ള ഒരാൾ RSS-ൽ പോകുമെന്ന് നിങ്ങൾ വാർത്ത എന്നുള്ള പോലെ കൊടുക്കുന്നത്? EP ജയരാജൻ RSS-ൽ ചേരുമെന്നുള്ള കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഈ ജാവേദ്കർ കണ്ടതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള സൗഹൃദത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ശരി, അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഇദ്ദേഹം BJP-യിൽ പോകുമെന്ന് മാത്രമല്ല, ഇതിന് ആദ്യം പറഞ്ഞ നെറേറ്റീവ് ഉണ്ടല്ലോ, പിണറായി വിജയന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലുള്ള കേസുകളെല്ലാം ആദ്യം ഒതുക്കിയതിന് ശേഷം EP ജയരാജൻ BJP-യിൽ പോകും. എന്തൊരു ലോജിക്കാണ് ആ സാധനത്തിനുള്ളത്. അപ്പം അതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുക പാർഷ്യാലിറ്റി ഈ ഡിസ്കഷൻ്റെ അകത്തും ഈ ഉത്തരവാദിത്ത ഇല്ലായ്മേൻ്റെ അകത്തൊക്കെ ഉണ്ട്. പക്ഷേ നികേഷ് തന്നെ പറഞ്ഞതുപോലെ BJP-ക്കാർ ഈ ചാക്കും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തോട് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും എന്ന് BJP-ക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് ദല്ലാൽ നന്ദകുമാറിനായിരുന്നാലും ജാവേദ്കറിനായിട്ടായിരുന്നാലും തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മെസ്സേജ് അറിഞ്ഞോ അറിയാതെയോ, അങ്ങനെ ഒരു സൈൻ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു നേതാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൂടെ വീഴ്ചയാണ് എന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പൊ എന്നോട് RSS-ന്റെയോ BJP-യുടെ ഒരാൾ വന്നിട്ട് പ്രേംകുമാർ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോരുന്നോ എന്ന് ചോദിക്കാൻ അവരെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും സൈൻസ് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുണ്ടാവാം. ഞാൻ ആ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. നികേഷോടാണെങ്കിലും
ജേക്കബ് ജോർജിനോടാണെങ്കിലും അത് വേണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സണ്ണി ജോസഫിനോട് നാളെ BJP-യിലേക്ക് ചേരുന്നോ എന്ന് ചോദിക്കാൻ BJP-കാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയോ എന്തോ അറിഞ്ഞോ അറിയാതെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിനെയാണ് യഥാർത്ഥ അർത്ഥത്തിൽ ജാഗ്രത കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം നടന്ന സമയവും അപ്പോഴുണ്ടായിരുന്ന എന്താ പറയുക, കേരളത്തിൽ നടന്നിരുന്ന രാഷ്ട്രീയ പരിപാടികളും അതിലുള്ള EP-യുടെ പങ്കാളിത്തവും ആബ്സെൻസും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ചിത്രം കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഇതിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ സങ്കീർണമാണ്, വളരെ സങ്കീർണമാണ്. പക്ഷേ അതിനെ ഫേസ് ചെയ്യുകയും ഇനിയും ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്വവും ഇതിനേക്കാൾ ക്രൂഷ്യലായ ഇഷ്യൂസിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമാണെന്നുള്ള തിരിച്ചറിവിൽ അതിനെ അഡ്രസ് ചെയ്തിട്ട് അതിലൊരു സൊല്യൂഷനിലേക്ക് പോകാനുള്ള കരുത്ത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്, ഉണ്ടായേ മതിയാവുള്ളൂ. കാരണം ഈ ഉയർന്നു വരുന്ന സംഘപരിവാരത്തിന്റെ ഭീഷണിക്കെതിരെ നിവർന്നു നിന്ന് പറയാനും ചെറുക്കാനും കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും നമുക്ക് ആകെ ബാക്കിയുള്ള ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPIM എന്നുള്ളത്. നിരീക്ഷകൻ സഹകരിച്ചതിന് ഇനി മീറ്റ്